ആഷിക്കിൻ്റെ പടം എന്ന് കേട്ടപ്പോൾ തന്നെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. ഇപ്പോൾ സിനിമ ഇറങ്ങിയതിന് ശേഷം എല്ലാവരെയും എൻ്റെ തോക്ക് കണ്ടതാണ് വിഷയം. തോക്കെടുക്കാൻ വെടിപൊട്ടിക്കാൻ പറ്റ പാടല്ല, കാരണം പൊട്ടിക്കുമ്പോൾ നമ്മൾ ആദ്യം ഞെട്ടുന്നത്. അതിലോട്ട് വിളിക്കുന്നത് ആഷിക്ക് പറഞ്ഞിട്ടാണ് അവരുടെ അസിസ്റ്റൻ്റ് എന്നെ വിളിക്കുന്നത്. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ രാമുചേട്ടൻ്റെ വൈഫായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. രാമുചേട്ടൻ്റെ വൈഫായിട്ടാണ് ഞാൻ അഭിനയിക്കേണ്ടത്. എന്നാ ഇങ്ങനെ ആഷിക്കപ്പോൻ്റെ പടമാണ്, 10-30 ദിവസം ഡേറ്റ് വേണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. ആഷിക്കിൻ്റെ പടം എന്ന് കേട്ടപ്പോൾ തന്നെ മനസ്സിൽ ലഡ്ഡു പൊട്ടി, സന്തോഷമായി. അപ്പോൾ അങ്ങനെ അവിടെ സെറ്റ് ചെല്ലുന്നു. സെറ്റ് ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും വാണി വിശ്വനാഥ്, കുട്ടേട്ടൻ എല്ലാവരും ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ പുതിയ ആൾക്കാർ, പുതിയ തലമുറയിലെ ആൾക്കാർ, വിഷ്ണു, ദർശന, അങ്ങനെ മൗണ്യമായ, പിന്നെ ശ്യാം പുഷ്കർ, ദിലീഷ് നായർ, സുഹാസ്, ഷരഫ്, ഇവരെല്ലാവരും ഉണ്ട്. അങ്ങനെ അവിടെ ചെന്നു ഇതിനപ്പോഴാണ് ഡ്രസ്സ് മാറ്റുകയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഫ്രോക്കാണ് എന്നെ എടുത്ത് തരുന്നത്. ഫ്രോക്കിട്ട് വേറൊരു ഗെറ്റപ്പായിരുന്നു. ഞാൻ കഥ പറയുന്നു. അപ്പം എനിക്കിങ്ങനെ ഒരു എന്താ പറയണേ, എല്ലാവർക്കും അതിശയം. ഇപ്പോൾ സിനിമ ഇറങ്ങിയതിന് ശേഷം എല്ലാവരെയും എൻ്റെ തോക്ക് കണ്ടതാണ് വിഷയം. ഞാൻ പറഞ്ഞു തോക്കെടുക്കാൻ വെടിപൊട്ടിക്കാൻ പാടല്ല, കാരണം പൊട്ടിക്കുമ്പോൾ നമ്മൾ ആദ്യം ഞെട്ടുന്നത്. ഞാനത് പഠിച്ചപ്പോൾ ഞെട്ടലായിരുന്നു. അപ്പോൾ ഞാനിത് എങ്ങനെ അഭിനയിക്കും? ഇത് പൊട്ടിക്കുമ്പോൾ അത്ര ഒച്ചയാണ്. ഈ തോക്കിന് ഭയങ്കര, നമ്മളതിനകത്ത് ആ സാധനം പൊട്ടിക്കുമ്പോൾ ഭയങ്കര ഒച്ചയാണ്. എന്തായാലും ദൈവവൃത്തം പോലെ കൃത്യം ആ ഒരു ഷോട്ട് എടുത്തത് ഞാൻ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ അത് ഓക്കെ ആയി. ഞാൻ പേടിച്ചു, ഞെട്ടിയുമില്ല. അപ്പോൾ തന്നെ ആഷിക്ക് കൊണ്ടുവന്ന് പറഞ്ഞു, ചേച്ചി നന്നായിട്ടുണ്ട്, ചേച്ചി വേണം പോയി കണ്ടോളാൻ പറഞ്ഞു. സ്ക്രീനിൽ പോയിട്ട് എടുത്തപ്പോൾ തന്നെ നമുക്കവിടെ കാണാൻ പറ്റുമല്ലോ. അങ്ങനെ കണ്ട് ഞാൻ പോയിട്ട് അത് രസകരമായിരുന്നു. കാരണം ഞാനും പ്രതീക്ഷിക്കുന്നില്ല എനിക്കിങ്ങനെ തോക്കൊക്കെ വരുമുണ്ടോയെന്ന് ഞാൻ വിചാരിക്കുന്നില്ലല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സാധനം കൈകൊണ്ട് പോലും തൊട്ടിട്ട് ഇന്നുവരെ ആ സാധനം. അപ്പോൾ അതൊക്കെ വളരെ എന്താ പറയുക, അതൊക്കെ ഒരു ചേഞ്ച് വേഷമല്ലേ. ആ ഒരു പടത്തിൽ ഞാൻ അഭിനയിക്കാൻ എനിക്കിങ്ങനെ ഒരു ഡിഫറെൻറ്റ് വേഷം ഒക്കെ കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷം. ആൾക്കാരുടെ ഒരു പ്രതികരണം, ഇഷ്ടം, സ്നേഹം, അവരെന്നെ പണ്ടൊന്നും ഞങ്ങളുടെയൊക്കെ പഴയ കാലത്ത് തിയേറ്റർ വിസിറ്റിംഗ് ഇല്ല, നമ്മളങ്ങനൊന്നും പോയിട്ടില്ല. ഇന്നതല്ല പ്രൊമോഷൻ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, പ്രസ് മീറ്റുണ്ട്. പ്രസ് മീറ്റിലൊക്കെ പല ആൾക്കാരും എൻ്റെ കഥാപാത്രം എടുത്ത് ചോദിച്ചേ. അവർ ചോദിച്ചു, ബാബുരായനെ ആക്ഷൻ കാണിച്ചിരുന്ന ബാബുരായനെ നിങ്ങൾ കോമഡിയാക്കി, ഹ്യൂമർ ചെയ്താണ് അങ്ങനെ പൊന്നോ ചേച്ചി പിടിച്ച് നിങ്ങൾ ആക്ഷനാക്കി. അത് പത്രക്കാരൻ ചോദിച്ചതാണ്. അപ്പോൾ ദിലീഷ് പത്രം എന്തോ മറുപടി പറഞ്ഞു, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ട്രൈഫിൾ ക്ലബ്ബ് നന്നായിട്ട് പോകുന്നു, കണ്ടവരെ തന്നെ പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഓരോ അഭിപ്രായം, ആർക്കും ഒരു മോശം അഭിപ്രായം പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. ഇപ്പോൾ ഇനി അതിനോട് അസൂയം കുശുമ്പോൾ ഉള്ളവർ പോലും നല്ലതാണെന്ന് പറഞ്ഞ്, അതാണ് ഏറ്റവും രസം. അയ്യോ നല്ല പടം, നല്ല പടം, സൂപ്പർ, അത് ആദ്യം കാണാൻ പറ്റിയില്ല. ഞങ്ങൾ ഇവിടെ കോഴിക്കോട് തിയേറ്റർ വിസിറ്റിങ്ങിന് പോയപ്പോഴും അതെ, പടം കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ നിൽക്കുക. ഈ സിനിമയിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാർ വീട്ടിൽ പോകാതെ അവർ അടുത്ത ഷോയ്ക്ക് വീണ്ടും കയറാൻ നിൽക്കുക, കാണാൻ ഞങ്ങൾക്ക് ഒന്നുകൂടെ കാണണമെന്നും പറഞ്ഞ് അവർ നിൽക്കുക. അപ്പോൾ അതൊക്കെ ഒരു പുതിയൊരു അനുഭവമായിരുന്നു കേട്ടോ. പ്രേക്ഷകരുടെ സ്നേഹം ഞാൻ പണ്ട് നാടകത്തിൽ നിന്നേ ഇങ്ങനെയൊക്കെ പണ്ടിങ്ങനെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ തിയേറ്ററിൽ ഇരുന്ന് അറിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ അമേരിക്ക കുഞ്ഞാട് ഇറങ്ങിയ സമയത്ത് എന്നോട് സന്ധ്യാമോഹൻ സാർ പറഞ്ഞു, മൾട്ടിപ്ലക്സിലൊന്നും പോയി കാണരുത്, പത്മയിൽ വന്നേ തിയേറ്ററിൽ ഇരുന്ന് കാണാവുള്ളൂ എന്ന് പറഞ്ഞു, മേരിക്കൊണ്ട് കുഞ്ഞാട്. പിന്നെ അപ്പം ഞങ്ങളുടെയൊക്കെ സീന് ഞാൻ അമ്പലിച്ചേനൊക്കെ സീനിലെ കോമ്പിനേഷൻ എന്നാ കയ്യടിയുടെ സുഖം അറിയണമെങ്കിൽ നമ്മൾ മൾട്ടിപ്ലക്സ് അല്ലാതെ തിയേറ്ററിൽ പോകണം. മൾട്ടിപ്ലക്സിൽ ഇപ്പോൾ കുറേ ആൾക്കാർ അനക്കം വെക്കുന്നുണ്ടെങ്കിൽ പോലും അല്ലാതെ ഓപ്പൺ തിയേറ്ററിൽ പോകണം. ആൾക്കാരുടെ നമ്മുടെ ഈ ഓഡിയൻസിൻ്റെ പഞ്ച് നമ്മൾ അവിടെയാണ് അറിയുന്നത്.